ഷൊർണൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 6 അംഗങ്ങൾ വീതം, 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 5 പേർ വീതം അംഗങ്ങളുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തിങ്കളാഴ്ച സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കും. 2 സ്ഥിരം സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് വനിതാ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വ്യാഴാഴ്ചയും നടന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് 6 അംഗങ്ങൾ വീതവും, പൊതുമരാമത്ത്, വിദ്യാഭ്യാസ, കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 5 അംഗങ്ങൾ വീതവുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ധനകാര്യത്തിൽ അനുരാജ്, PR ഷീജ, T സീന, K നാരായണൻ, രമാദേവി, K രേവതി എന്നിവരും, വികസനകാര്യത്തിലേക്ക് CK സൗമ്യ, ലത, KT ബഷീർ, K വിനോദ്, A പ്രദീപ്, EP നന്ദകുമാർ എന്നിവരെയും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് VC സിന്ധു, ബേബി ഗിരിജ, ഗീത, P അരുൺ, VK ശ്രീകൃഷ്ണൻ, CS സുചിത്ര എന്നിവരെയും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് C സന്ധ്യ, M മുരുകൻ, MS പ്രസന്ന, പുഷ്പലത, നിഷ ശശികുമാർ, KK ഗോപി എന്നിവരെയും, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് M രജിത, C രവീന്ദ്രൻ, മുഹമ്മദ് ആഷിഖ്, K കൃഷ്ണകുമാർ, E രാജഗോപാലൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് T ബിന്ദു, A ഗോപകുമാർ, സിനി മനോജ്, EA ഗീത, P സതീഷ് എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ CPM-നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP-ക്കും ലഭിക്കാനാണ് സാധ്യത. തിങ്കളാഴ്ചയാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 10:30 തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.